ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അത്തിമരത്തെ പറ്റിയാണ്. അത്തിമരം കഥയിൽ മാത്രം കേട്ടിട്ടുള്ള ഒരു മരമായിരുന്നു. നമ്മുടെ സാധാരണയായി നമ്മൾ എവിടെയും കാണാത്തൊരു മരമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഞാൻ ടൗണിലൂടെ നടക്കുമ്പോൾ ഈ അത്തിമരം കാണുന്നത്. അപ്പോഴാണ് മകൻ പറയുന്നത്, ഇതാണ് അത്തിമരം. കഥയിൽ മാത്രം കേട്ടിട്ടുള്ള അത്തിമരം ഞാൻ നേരിട്ട് കാണുകയായിരുന്നു. കഥ ഇതായിരുന്നു: ഒരു പുഴയുടെ തീരത്ത് ഒരു അത്തിമരം ഉണ്ടായിരുന്നു. അതിൽ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. പുഴയിൽ ഒരു മുതലയും ഉണ്ടായിരുന്നു. മുതലയും കുരങ്ങും വളരെ സുഹൃത്തുക്കളായി കഴിയുകയായിരുന്നു. കാരണം അത്തിമരത്തിൽ പഴുത്ത് മധുരമുള്ള അത്തിപ്പഴം എല്ലാ ദിവസവും കുരങ്ങൻ മുതലയ്ക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ കഴിയവേ മുതലയ്ക്ക് മനസ്സിൽ ഒരു വൃത്തികെട്ട ചിന്താഗതി വന്നു. ഈ ഇത്രയും മധുരമുള്ള അത്തിപ്പഴം കഴിക്കുന്ന കുരങ്ങൻ്റെ ഹൃദയം എത്ര മധുരമുള്ളതായിരിക്കും. അങ്ങനെ മുതല കുരങ്ങനെ ഒരു ദിവസം ഒരു കള്ളക്കഥ പറഞ്ഞ് പറ്റിച്ച് ഈ പുഴയിലൂടെ കുരങ്ങും മുതലയും കൂടി സഞ്ചരിച്ചു. പുഴയുടെ മധ്യത്തിലെത്തിക്കഴിഞ്ഞാൽ കുരങ്ങനെ ശാപ്പിടാം എന്നായിരുന്നു വിചാരിച്ചത്. കുരങ്ങനോട് മുതല പറഞ്ഞു, നിന്റെ ഹൃദയം എത്ര മധുരമുള്ളതായിരിക്കും. അപ്പോൾ കുരങ്ങന് പിടികിട്ടി തന്നെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന്. ഉടനെ കുരങ്ങൻ പറഞ്ഞു, പക്ഷേ എൻ്റെ ഹൃദയം ഞാൻ അത്തിമരത്തിൽ വെച്ചിട്ടാണല്ലോ പോകുന്നത്. ഞാൻ അതെടുത്ത് ഉടനെ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് കുരങ്ങനെ മുതല കരയിലേക്ക് കൊണ്ടുവിട്ടു. അങ്ങനെ മുതലയിൽ നിന്ന് കുരങ്ങൻ രക്ഷപ്പെട്ടു. കഥയൊക്കെ കേട്ട് അത്തിമരം ഞാൻ ഒരിക്കലും കണ്ടിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അത്തിമരം കാണുന്നത്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ വഴിയരികിൽ കണ്ടത് കാട്ടത്തിയാണ്. എന്നാൽ പിന്നെ ഒറിജിനൽ അത്തി എവിടെ കിട്ടും എന്നന്വേഷിച്ചു. ഇപ്പോൾ ഈ കാണുന്നതാണ് ഒറിജിനൽ അത്തിമരം. അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. കാട്ടത്തി പക്ഷികളും കാക്കകളൊക്കെ കൊത്തി തിന്നത് കണ്ടു. കടമുറ്റത്ത് പള്ളി കാണാൻ പോയപ്പോൾ അവിടെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന അത്തിമരം കായ്ച്ചത് കണ്ടു. അപ്പോൾ ഇതൊക്കെ കാട്ട് അത്തിയാണ് കേട്ടോ. ശരിയായ അത്തി ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അത്തിപ്പഴം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പലതരം ഔഷധ ഗുണങ്ങളുള്ള അത്തി മനുഷ്യന് പലതരം അസുഖങ്ങൾക്കും പ്രതിവിധിയായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതാണ്.